ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ വരില്ലെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. ആ സമയം മുഴുവൻ ഞങ്ങൾ പണത്തിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല. ഈ മഹാപാപം ചെയ്യുന്നതിന് മുമ്പ് ലോനപ്പേട്ടൻ ഞങ്ങളൊന്ന് വിളിച്ചുകൂടായിരുന്നു. അതെ, എന്താ ലോനപ്പേട്ട വിശ്വാസം വരുന്നില്ലേ? അമ്മ തന്നെ കൊടുക്ക്. ലോനപ്പേട്ട, പണം സത്യമുള്ള ഒന്നാ. ഇന്ന് വരെ പണത്തിന്റെ പേരിൽ ഞങ്ങൾ ആരോടും ഒരു ചതിവും കാണിച്ചിട്ടില്ല. ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ട് സമയത്ത് ചിലപ്പോ പണം കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നും പിന്നും നോക്കാതെ ഞങ്ങളെ സഹായിച്ച ആളാ ലോനപ്പേട്ടൻ. ആ ലോനപ്പേട്ടന്റെ മോളുടെ കല്യാണം ഞങ്ങൾ തരാനുള്ള പണം കിട്ടാത്തത് കൊണ്ട് നടക്കാതെ പോയിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ലോനപ്പേട്ടന്റെ മോളുടെ കല്യാണം ഇനി ഒരു തടസ്സമില്ലാതെ നടക്കും. ഇത് 7 ലക്ഷം രൂപയുണ്ട്. ലോനപ്പേട്ടന് തരാനുള്ളതിനേക്കാൾ 2 ലക്ഷം രൂപ അധികമുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കട്ടെ. ഇതാ എന്റെ കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നീ ഞങ്ങളെ രക്ഷിച്ചു. എവിടെ നിന്ന് കിട്ടി ഇത്രയും പണം? എന്റെ മാഷിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. അതിന്റെ പണം ഇത്. ദൈവം അത് കൃത്യസമയത്ത് കൊണ്ട് തന്നു. എന്റെ മാഷിന്റെ ജീവന്റെ വിലയായി പണം. ഇത് ലോനപ്പേട്ടന്റെ മകളുടെ കല്യാണത്തിന് ഉപയോഗിക്കാനായിരിക്കും ദൈവത്തിന്റെ നിയോഗം. അയ്യോ, എന്റെ മക്കളെ! എന്തു പറ്റി? എന്താ? വാ, എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോവാ. അയ്യോ, എന്താ എന്താ ലോനപ്പേട്ടായി കാണിക്കുന്നേ? എന്തിനാ ഈ പിള്ളേരുടെ ആഹാരം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്? എന്ത് പറ്റിയതാ നിങ്ങക്ക്? പണവും കൊണ്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നേ. സന്തോഷിക്കേണ്ടതിന് പകരം എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ലോനപ്പേട്ട, ആ ചോറിന് ഞങ്ങൾ വിഷം കലർത്തിയിരുന്നു. എന്താ ലോനപ്പേട്ട ഈ പറയുന്നത്? വിഷം കലർത്തിയെന്നോ? എന്റെ ഈശ്വര, എന്തൊരു മഹാപാപം നിങ്ങൾ കാണിക്കാൻ പോയത്! നിങ്ങളും കൂടെ ചേർന്നാണോ ഇതൊക്കെ ചെയ്തത്? ഞങ്ങള് 3 പേരും കൂടി ചേർന്നാ തീരുമാനിച്ചത്. കുഞ്ഞുമക്കളോട് മാത്രം ഒന്നും പറഞ്ഞില്ല. എന്റെ ദൈവമേ, ഇതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? പണം തരാന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞല്ലേ. പിന്നെ എന്തിനാ ലോനപ്പേട്ട? ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് പിഴച്ചു? ഞങ്ങള് വരാൻ 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിലോ? തെറ്റുപറ്റിപ്പോയി. ആ സമയത്ത് എന്റെ തലയിൽ ഏതോ ചെകുത്താൻ കയറി. കല്യാണം നടക്കാതെ മണവാട്ടിയുടെ വേഷത്തിൽ എന്റെ മോള് പള്ളിമുറ്റത്ത് നെഞ്ചു തകർന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ എങ്ങനെ സഹിക്കും?
ആ നാണക്കേട് ഓർത്തപ്പോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പണം കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ? വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഉറപ്പായിട്ടും വരുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ രാത്രി ഇത്രയും സമയമായപ്പോ നിങ്ങൾ വരില്ലെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. ആ സമയം മുഴുവൻ ഞങ്ങൾ പണത്തിലുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല. ഈ മഹാപാപം ചെയ്യുന്നതിന് മുമ്പ് ലോനപ്പെട്ടിന് ഞങ്ങളൊന്ന് വിളിച്ചുകൂടായിരുന്നു. അതെ മോളെ, മോളെ നീ പഠിപ്പുള്ളവളല്ലേ, ബുദ്ധിയുള്ളവളല്ലേടി? ഒരു കല്യാണം മുടങ്ങിയാൽ ഇല്ലാതായി പോകുന്നതാണോ ഒരു പെണ്ണിന്റെ ജീവിതം? ആണോ? ദേ നോക്ക്, നിനക്ക് താഴെയുള്ള ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങളെ പറ്റി നീ എന്താ ഓർക്കാതിരുന്നത്? അച്ഛനും അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണത് നീ അല്ലായിരുന്നോ? മോക്കെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിക്കാറുന്നില്ലേ? ചെക്ക് കിട്ടിയെങ്കിലും അത് പണമാക്കി മാറ്റിയെടുക്കാൻ ഒരുപാട് കടമകൾ കടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും താമസിച്ചത്. എന്നാലും ഈ പൊടി കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ലോരപ്പേട്ടൻ എങ്ങനെ തോന്നി? മക്കളെ, അപ്പന് തെറ്റ് പറ്റി പോയടാ. അപ്പനോട് ക്ഷമിക്ക്. അപ്പാ അപ്പാ അപ്പാ. മക്കളെ, സാധാരണ ഏതൊരു അപ്പനെയും പോലെ ഞാനും എന്റെ മോളുടെ മിന്നുകെട്ട് മാത്രമേ ഓർത്തുള്ളൂ. മീര, നീ അതിങ്ങെടുത്തേ. ഈ പണം മോള് തന്നെ വെച്ചു പിടിക്ക്. പോട്ടെ, എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ലോനപ്പേട്ട, നാളെ ഇവളുടെ കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം. നോക്ക്, നിന്റെ മിന്നുകെട്ടും കഴിഞ്ഞ് വീട് കുടിയിരിപ്പും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് പോകുന്നുള്ളൂ. പോരെ? ഒന്ന് ചിരിക്കടി, ഒന്ന് ചിരിക്കേ. സന്തോഷായില്ലേ എല്ലാവർക്കും?